നമസ്കാരം. ഒരുപാട് ആളുകൾ ബാങ്ക് ലോക്കറുകൾ ഉപയോഗിക്കുന്നവരാണ്. ബാങ്ക് ലോക്കർ ഉപയോഗിക്കുമ്പോൾ അതിന് പല ഗുണങ്ങളുണ്ട്. അതിന് പല ആധികാരികമായ റെക്കോർഡുകളുണ്ടാകും. ആ ലോക്കർ ഉപയോഗിച്ച് ആരാണ് തുറക്കുന്നത്, എപ്പോഴാണ് തുറക്കുന്നത്, അങ്ങനെ മുഴുവൻ രേഖകളൊക്കെ ഉണ്ടാകും. പക്ഷേ ബാങ്ക് ലോക്കർ സംബന്ധിച്ച് ചില കൃത്യമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ 2021 സുപ്രീം കോടതി പുറത്തിറക്കിയതിന് ശേഷമാണ് 2022 ജനുവരി മാസം മുതൽ RBIയും പുതിയ നിർദ്ദേശങ്ങളോടുകൂടി ബാങ്ക് ലോക്കർ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചില ഒരു ഉത്തരവ് പോലെ പുറത്തിറക്കിയത്. ഇവിടെ പറയുന്ന വിഷയം, ബാങ്ക് ലോക്കർ ഉപയോഗിക്കുമ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് കരുതലുകൾ എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഒരു ഗൈഡ് ലൈൻസ്, എന്ത് ഗൈഡ് ലൈൻസാണ് ബാങ്ക് ലോക്കർ ഇവിടെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് പാലിച്ചു പോരേണ്ടത്, എന്തൊക്കെ അവകാശങ്ങളാണ് ഈ ലോക്കറിൻ്റെ ഉടമസ്ഥന് ലഭിക്കാവുന്നത് എന്നൊക്കെയാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകതയും ഇത്ര ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഫാമിലി കോടതിയിൽ നടക്കുന്ന ഒരു റിട്ടേൺ ഓഫ് മണി ആൻഡ് ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ കേസ്, വിവാഹ സമയം, ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ വിവാഹങ്ങളൊക്കെ ആണെങ്കിൽ വിവാഹ സമയം ഈ സ്വർണവും മറ്റു കാര്യങ്ങളുമെല്ലാം ആദ്യം വരൻ്റെ വീട്ടിലാണ് പോകുന്നതെങ്കിൽ വരൻ്റെ വീട്ടിലായിരിക്കും എന്നാണ് ഒരു പൊതു കൺസെപ്റ്റ്. അപ്പോൾ അത് തെളിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തർക്കങ്ങൾ വന്നു കഴിയുമ്പോൾ ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന കേസിൽ ഈ സ്വർണവും മറ്റു കാര്യങ്ങളുമെല്ലാം തെളിവും കാര്യങ്ങളുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയും അത് പിന്നീട് എടുത്തില്ല എന്നൊക്കെ തർക്കങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം ഏറ്റവും പ്രായോഗികമായി ചെയ്യാവുന്ന ഒരു കാര്യം ലോക്കറിൽ കൊണ്ട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടുപേരുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ലോക്കറിലാണ് ഈ സ്വർണം കൊണ്ട് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ആരൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്തത്, എപ്പോഴൊക്കെയാണ് അത് എടുത്തത്, ലോക്കർ തുറന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും, രേഖകളുണ്ടാവും. ആ രീതിയിലുമൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നവരും അതിനെ ഒരു തെളിവിന് വേണ്ടിയൊക്കെ ആ രീതിയിൽ കാണുന്നവരുമൊക്കെ ഉണ്ട്. ഇവിടെ എന്താണെങ്കിലും ലോക്കർ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ബാങ്ക് ചെയ്യേണ്ട നടപടിക്രമങ്ങളെപ്പറ്റി ഗൈഡ് ലൈൻസ്, ഒരു 15 ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി അമിതാഭ ദാസ് ഗുപ്ത എന്ന കേസിൽ 2021 പുറത്തിറക്കിയിട്ടുണ്ട്. 2021 ഫെബ്രുവരിയിലാണ് പുറത്തിറക്കിയത്. ആ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സുപ്രീം കോടതി പറഞ്ഞത്, ഈ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ മൂല്യത്തിനപ്പുറത്ത് ലോക്കർ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്വീകരിച്ചു പോരേണ്ട മാനദണ്ഡങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത്തത് മെയിൻ്റനൻസ് ഓഫ് എ ലോക്കർ രജിസ്റ്റർ ആൻഡ് ലോക്കർ കീ രജിസ്റ്റർ. ഈ ലോക്കറിനെ പറ്റിയുള്ള ലോക്കർ രജിസ്റ്ററും ലോക്കർ കീ രജിസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടാമത്തത്, ദ ലോക്കർ രജിസ്റ്റർ ഷാൽ ബി കൺസിസ്റ്റൻ്റ്ലി അപ്ഡേറ്റഡ് ഇൻ കേസ് ഓഫ് എനി ചേഞ്ച് ഇൻ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് ലോക്കർ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തത്, ബാങ്ക് ഷാൽ നോട്ടിഫൈ ദി ഒറിജിനൽ ലോക്കർ ഹോൾഡർ പ്രയർ ടു എനി ചേഞ്ചസ് ഇൻ ദ അലോട്ട്മെൻറ്റ് ഓഫ് ദ ലോക്കർ ആൻഡ് ഗീവ് ദം റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു വിഡ്രോ ദ ആർട്ടിക്കിൾസ് ഡെപ്പോസിറ്റഡ് ബൈ ദം ഇഫ് ദേ സോ വിഷ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അത് നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള, ഗിവ് ദം റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു വിഡ്രോ ദ ആർട്ടിക്കിൾസ് തിരിച്ചെടുക്കാനൊക്കെയുള്ള മതിയായ അവസരം നൽകണം എന്നതാണ്. നാലാമത്തത്, ബാങ്ക്സ് മേ കൺസിഡർ യൂട്ടിലൈസിങ് അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ് സച്ച് എസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വിച്ച് ഇസ് മെൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് ഡിജിറ്റൽ ലെഡ്ജർ ഫോർ ദിസ് പേർപ്പസ്. അപ്പോൾ വിവരസാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ആധുനിക വിദ്യകൾ, ടെക്നോളജിയെ പരമാവധി ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ, ബ്ലോക്ക് ചെയിൻ സംവിധാനങ്ങൾ പോലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അടുത്തത്, ദ കസ്റ്റോഡിയൻ ഓഫ് ദ ബാങ്ക് ഷാൽ അഡീഷണലി മെയിൻറ്റെയിൻ എ റെക്കോർഡ് ഓഫ് ആക്സസ് ടു ദ ലോക്കേഴ്സ് കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ ദ പാർട്ടീസ് who have accessed the lockers and the date and time on which they were opened and closed. ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ലോക്കർ ഓപ്പൺ ചെയ്തത് എന്നത് സംബന്ധിച്ച് കൃത്യമായ തെളിവ് അവിടെ റെക്കോർഡിലൂടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തത്, the bank employees are also obligated to check whether the lockers are properly closed on a regular basis. If the same is not done, the locker must be immediately closed and the locker holder shall be promptly intimated so that there may verily any resulting discrepancy in the contents of the locker. അത് തുറക്കുന്നതിനെ പറ്റി അടയ്ക്കുന്നതിനെ പറ്റിയുള്ള അത് വിട്ടുപോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സൂചിപ്പിക്കാനാണ്. അടുത്തത്, the concerned staff shall also check that the keys of the locker are in proper condition. താക്കോലൊക്കെ ശരിയായ കണ്ടീഷനിലാണോ എന്നത് ബന്ധപ്പെട്ട അധികാരികൾ ചെക്ക് ചെയ്യുക. പിന്നീട് പറയുന്നത്, in case of lockers are being operated through an electronic system, the bank shall take reasonable steps to ensure that the system is protected against hacking or any breach of security. ഇലക്ട്രോണിക് സിസ്റ്റത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അത് ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത്, the customer's personal data including their biometric data cannot be shared with third parties without their consent. The relevant rules under the Information Technology Act 2000 will be applicable in this regard.
അതല്ലാതെ തന്നെ സുപ്രീം കോടതി വിധിയിലൂടെയൊക്കെ പുട്ടുസ്വാമി കേസിലൂടെയെല്ലാം പ്രൈവസി ഒരു വലിയ അവകാശമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അടുത്തത്, ദ ബാങ്ക് ഹാസ് ദ പവർ ടു ബ്രേക്ക് ഓപ്പൺ ദ ലോക്കർ ഓൺലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെലവൻറ്റ് ലോസ് ആൻഡ് RBI റെഗുലേഷൻസ് ഇഫ് എനി. Breaking open of the locker in a manner other than that prescribed under law is an illegal act which amounts to gross deficiency of service on the part of the bank as a service provider. ഇത് പ്രത്യേകം പറയാൻ കാരണം ഈ കേസിൻ്റെ തന്നെ ഫാക്ട്സിൽ ഒരു കാര്യം, ഈ കേസിൽ ലോക്കർ പൊളിച്ചതിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരാളുടെ അമ്മയുടെ പേരിലുണ്ടായ ലോക്കർ അവരുടെ കാലശേഷം അയാൾ മെയിൻറ്റെയിൻ ചെയ്തു പോന്നു. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് അടച്ചില്ല എന്ന തെറ്റിദ്ധാരണയിൽ ബാങ്ക് ആ ലോക്കർ പൊളിക്കാനുണ്ടായത്. പിന്നീട് ബാങ്കിന് തെറ്റ് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് തന്നെ പൊളിക്കുന്ന സമയത്ത് അവരെ അറിയിച്ചില്ല എന്നൊക്കെയുള്ളത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണെന്നാണ് പറയുന്നത്. അടുത്തത്, ഡ്യൂ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ഷാൽ ബി ഗിവൺ ടു ദ ലോക്കർ ഹോൾഡർ അറ്റ് എ റീസണബിൾ ടൈം പ്രയർ ടു ദി ബ്രേക്കിംഗ് ഓപ്പൺ ഓഫ് ദ ലോക്കർ. മോറോവർ, the locker shall be broken open only in the presence of authorized officials and an independent witness after giving due notice to the locker holder. The bank must prepare a detailed inventory of any articles found inside the locker after the locker is opened and make a separate entry in the locker register before returning them to the locker holder. The locker holder's signature should be obtained upon the receipt of such inventory so as to avoid any dispute in future. ലോക്കർ തുറക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞിട്ടുള്ളത്, ദ ബാങ്ക് മസ്റ്റ് അണ്ടർടേക്ക് പ്രോപ്പർ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ടു എൻഷുവർ ദാറ്റ് നോ അൺഓതറൈസ്ഡ് പാർട്ടി ഗെയിൻസ് ആക്സസ് ടു ദ ലോക്കർ. ഇൻ കേസ് ദ ലോക്കർ റിമെയിൻസ് ഇനോപ്പറേറ്റീവ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ദ ലോക്കർ ഹോൾഡർ കനോട്ട് ബി ലൊക്കേറ്റഡ്, ദ ബാങ്ക് ഷാൽ ട്രാൻസ്ഫർ ദി കണ്ടൻസ് ഓഫ് ദ ലോക്കർ ടു ദെയർ നോമിനീസ്, ലീഗൽ ഹെയർസ് ഓർ ഡിസ്പോസ് ദ ആർട്ടിക്കിൾസ് ഇൻ എ ട്രാൻസ്പെറൻറ്റ് മാനർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഡിറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദി RBI ഇൻ ദിസ് റിഗാർഡ്. അതാണ് ആദ്യം പറഞ്ഞത്. RBI ഇതെല്ലാം ചേർത്ത് വെച്ച് ജനുവരി 2022 അവിടെ അന്ന് തൊട്ട് നടപ്പാക്കുന്ന തരത്തിലൊരു സർക്കുലറും കൂടി ഇറക്കിയിട്ടുണ്ട്, ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. പിന്നീട് പറയുന്നത്, ബാങ്ക് ഷാൽ ഓൾസോ ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു എൻഷുവർ ദാറ്റ് ദ സ്പേസ് ഇൻ വിച്ച് ദ ലോക്കർ ഫെസിലിറ്റി ഈസ് ലൊക്കേറ്റഡ് ഈസ് അഡിക്വേറ്റ്ലി ഗാർഡഡ് അറ്റ് ഓൾ ടൈംസ്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. നെസസറി സ്റ്റെപ്സ് ഷാൽ ബി ടേക്കൺ ടു ഗാർഡ് ദി ലോക്കർ. അടുത്തത്, a copy of the locker hiring agreement containing the relevant terms and conditions shall be given to the customer at the time of allotment of the locker so that they are intimated of their rights and responsibilities. Usually, if it is not taken at the time of allotment of locker, obviously there are chances that the allottee or the locker holder may not know what are his rights and liabilities. അതുകൊണ്ട് തന്നെ അത് ചേർത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവസാനത്തത്, the bank cannot contract out the minimum standard of care with respect to maintaining the safety of the lockers as outlined above. മുകളിൽ പറഞ്ഞിരിക്കുന്ന മിനിമം സേഫ്റ്റി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ബാങ്ക് വരുത്തരുത്. അപ്പോൾ ഇത് പറയാൻ കാരണം, ഇത്രയും കാര്യങ്ങൾ സുപ്രീം കോടതി 2021 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ഉത്തരവിൽ ഈ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെയൊക്കെ ചുവട് പിടിച്ചിട്ടാണ് RBI 1/1/2022 മുതൽ നടപ്പിലാക്കുന്ന തരത്തിലൊരു നോട്ടീസ് ഇറക്കി, ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയത്. അവിടെ പ്രത്യേകം ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നത്തിങ് ഇല്ലീഗൽ ക്യാൻ ബി കെപ്റ്റ് ഇൻ ദ ലോക്കർ. ഒബ്വിയസ്ലി വി ഡോണ്ട് നോ വാട്ട് ആർ ദി മെറ്റീരിയൽസ് ദാറ്റ് എ പേഴ്സൺ ഈസ് പ്ലേസിംഗ് ഇൻസൈഡ് ദ ലോക്കർ. സോ ദാറ്റ് ഹാസ് ബീൻ സ്പെസിഫിക്കലി ആഡഡ് ദാറ്റ് നത്തിങ് ഇല്ലീഗൽ ഷാൽ ബി പ്ലേസ്ഡ് ഇൻ എ ലോക്കർ. ദാറ്റ്സ് പാർട്ട് ഓഫ് ദി measures taken by the RBI, and these portions are also included in the new circular which is issued on the basis of this Supreme Court judgment also. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഏതൊക്കെ രീതിയിലാണ് ഒരു ലോക്കർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഗൈഡ് ലൈൻസാണ് ഉണ്ടാകേണ്ടത് എന്നത് സൂചിപ്പിക്കാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. താങ്ക് യു.